മുൻകൂർ ജാമ്യമെടുത്ത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. അനാവശ്യ ബഹളങ്ങൾ പാടില്ല, പ്രതിപക്ഷം സഹകരിക്കണം. പാർലമെന്റ് സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി ഈ ഒരു ആവശ്യം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത് അത്രയും പ്രശ്നങ്ങളിലൂടെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോൾ റിലവന്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് IMFന്റെ റിപ്പോർട്ടാണ്. IMF പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന് IMF കൊടുത്തിട്ടുള്ളത് C ഗ്രേഡ് ആണ്. അതായത് IMF പറയുന്നത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സിസ്റ്റം GDP കാൽക്കുലേഷൻസ് ഒക്കെ ഇൻആക്യുറേറ്റ് ആണ്, വിശ്വാസയോഗ്യമല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ വേറെയും ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കോമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. ആവശ്യമുള്ള ആളുകൾ അത് ചെന്ന് കാണുക. രണ്ടാമതായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കറൻസി ഡിപ്രിസിയേഷൻ ആണ്. അതായത് ഇന്ന് തന്നെ 32 പൈസ കുറഞ്ഞു. ഓൾ ടൈം ലോ ആയിട്ട് 89.85 പൈസയായി കുറഞ്ഞിരിക്കുകയാണ്. ഏറ്റവും വലിയ കുറവാണെന്നാണ്, അതായത് ഡോളറിനെ അപേക്ഷിച്ച് ഏറ്റവും വലിയ കുറവാണെന്നാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇതിന് എന്ത് ഉത്തരമാണ് പറയാനുള്ളത്? കാരണം 2013-14 കാലഘട്ടത്തിൽ